നാളെ മുതൽ ഇനി ആരും ജോലിക്ക് വരേണ്ട, കൊണ്ടുപോകാൻ കഴിയുന്നത് എന്തും ഇവിടെ നിന്നും എടുത്തിട്ട് പോകാം. ആ വാക്കുകൾ കേട്ടതോടെ വർക്ക്ഷോപ്പിലെ എല്ലാവരും നിശബ്ദരായി. മെക്കാനിക്കുകൾ തമ്മിൽ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഹ്യൂസ്റ്റണിന്റെ നഗരപരിസരത്തുള്ള ഒരു ചെറിയൊരു ഓട്ടോ റിപ്പയർ ഷോപ്പിലായിരുന്നു ഈ സംഭവം. ഒരു ദിവസം വൈകുന്നേരം കടയുടമയായ മിസ്റ്റർ റീഡ് വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ കംപ്ലീറ്റ്ലി ബാങ്ക്രപ്റ്റ് ആണ്. ഈ മാസത്തെ ശമ്പളം പോലും എനിക്ക് നൽകാൻ കഴിയില്ല. ബാങ്ക് ഈ കെട്ടിടം ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത് ഈ ഷോപ്പിൽ അവശേഷിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. ആർക്കെന്ത് കൊണ്ടുപോകാനാകുമോ അതെടുത്തോളൂ. അതാണ് നിങ്ങളുടെ അവസാന സെറ്റിൽമെന്റ്. ഒരു നിമിഷത്തേക്ക് എല്ലാവരും ഒന്ന് പകച്ചുപോയി. 2 ജീവനക്കാർ പെട്ടെന്ന് ഷെൽഫുകളിലേക്ക് ഓടി. വേഗം ചെന്ന് ആ കോഡ്ലെസ് ഡ്രിൽ എടുത്തു. ഒരാൾ വിളിച്ചു പറഞ്ഞു, ആ ഡയഗ്നോസ്റ്റിക് ലാപ്ടോപ്പ് കൂടി എടുക്കൂ, അതിന് നല്ല വില കിട്ടും. അവർ ടൂൾ ബോക്സുകൾ തുറന്ന് കിട്ടുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ കൈക്കലാക്കാൻ തമ്മിൽ മത്സരിച്ചു. മിസ്റ്റർ റീഡ് ഒരക്ഷരം പോലും പറയാതെ അതെല്ലാം നോക്കി നിന്നു. മറ്റെല്ലാവരും സാധനങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഒരു കോണിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജീവനക്കാരിയായ ഹന്ന ശാന്തമായി നിൽക്കുകയായിരുന്നു. മറ്റുള്ള ജീവനക്കാർ അവളെ നോക്കി പരിഹസിച്ചു. അവർ പറഞ്ഞു, എന്താ ഹന്ന, എന്തെങ്കിലും എടുത്തോളൂ, അയാൾ പാപ്പരായി, ഇനി അയാളോട് നമുക്ക് യാതൊരു ബാധ്യതയുമില്ല. ഇത് കേട്ട് ഹന്ന തലകുലുക്കി. അവർ സാധനങ്ങളുമായി പുറത്തേക്ക് പോയപ്പോൾ ഹന്ന പതുക്കെ മുന്നോട്ട് നടന്നു. ഒരു ചൂലെടുത്ത് എണ്ണയും ഇരുമ്പ് കഷ്ണങ്ങളും നിറഞ്ഞ നിലം അടിച്ചു വരാൻ തുടങ്ങി. മിസ്റ്റർ റീഡിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ചോദിച്ചു, ഹന്ന, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്റെ കയ്യിൽ നിനക്ക് തരാൻ 1 രൂപ പോലുമില്ല. പിന്നെ നീ എന്തിനാണ് ഇവിടെ വൃത്തിയാക്കുന്നത്? മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും വിലപിടിപ്പുള്ളത് നിനക്കും എടുക്കാമായിരുന്നില്ലേ? ഹന്ന പറഞ്ഞു, മിസ്റ്റർ റീഡ്, എന്റെ ഭർത്താവ് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ബില്ലടയ്ക്കാൻ എനിക്ക് പണം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും അറിയാതെ എനിക്ക് പണം തന്ന് സഹായിച്ചതും ഒരു ലേഡി മെക്കാനിക്കിന് ജോലി നൽകാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ എനിക്ക് ജോലി തന്നതും താങ്കളാണ്. അവർ ആ ഓയിൽ പാടുകളുള്ള ഷോപ്പിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഈ സ്ഥലം തന്നെയാണ് എന്റെ കുടുംബത്തെ ഇത്രയും കാലം ജീവിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവസാന ദിവസം ഇതിനെ കൊള്ളയടിക്കാൻ എനിക്കാവില്ല. ഇത് ശരിക്കും അവസാനമാണെങ്കിൽ വൃത്തിയായി ലൈറ്റ് ഓഫ് ചെയ്ത് ശരിയായി അടച്ചുപൂട്ടി അവസാനിക്കട്ടെ. ഇത് കേട്ടപ്പോൾ മിസ്റ്റർ റീഡ് ആ ദിവസം ആദ്യമായി ചിരിച്ചു. അദ്ദേഹം ജാക്കറ്റിനുള്ളിൽ നിന്നും ഒരു കൂട്ടം കീയും കട്ടിയുള്ള കവറും പുറത്തേക്കെടുത്തു. ഹന്ന, നമ്മൾ ഈ ഷോപ്പ് അടയ്ക്കുന്നില്ല. ഹന്ന ഞെട്ടി. ഞാനൊരു വലിയ നാഷണൽ ചെയിനുമായി കരാർ ഒപ്പുവെച്ചു. നമ്മൾ അടയ്ക്കുന്നില്ല, മറിച്ച് വികസിക്കുകയാണ്. പുതിയ ഉടമകൾ എന്നോടൊരു നിബന്ധന വെച്ചിരുന്നു. പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളല്ല, പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ജനറൽ മാനേജറായി കണ്ടെത്തണം. അദ്ദേഹം ആ കീയും കവറും ഹന്നയെ ഏൽപ്പിച്ചു. മറ്റുള്ള ജീവനക്കാർ ഏതാനും കുറച്ച് ഡോളറുകളുടെ പഴയ ടൂളുകളുമായി പുറത്തുപോയി. പക്ഷെ നീ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നിയ സമയത്ത് പോലും വിശ്വസ്തത കൈവിടുന്നില്ല. ഇന്നു മുതൽ ഈ ഷോപ്പിന്റെ പുതിയ മാനേജർ നീയാണ്. ഹന്നയ്ക്ക് കണ്ണുനീർ തടയാനായില്ല. അവൾ കരഞ്ഞുകൊണ്ട് ബോസിനെ ചേർത്ത് പിടിച്ചു. മിസ്റ്റർ റീഡ് ശാന്തമായി പറഞ്ഞു, വിശ്വസ്തത വളരെ വിലയേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ഹൃദയങ്ങളിൽ നിന്നും അതൊരിക്കലും പ്രതീക്ഷിക്കരുത്. അതിനുശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു, സമൃദ്ധി നൽകുന്നതിന് മുമ്പ് കുറവുള്ള സമയങ്ങളിൽ നമ്മളുടെ ഹൃദയം ദൈവം പരീക്ഷിക്കാറുണ്ട്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.